ഹലോ. 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 മിസ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ പുതിയ ഫാക്കൽറ്റിയാണ്. എൻ്റെ പേര് ഷഹന ഷാജഹാൻ. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ +1 ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഇക്വിലിബ്രിയം? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ത്രാസ് ഒരു കൺസിഡർ ചെയ്യുവാണ്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ വെയിറ്റ് വെച്ചേക്കുക. അപ്പം അതും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് ആണ്. ഒരിടത്ത് 5 kg ആണെങ്കിൽ ഇപ്പുറത്തും അതേ 5 kg തന്നെ ഞാൻ വെച്ചേക്കുവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ എന്തെങ്കിലും ഒരു മോഷൻ, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതായത് അവരൊരു ബാലൻസിലാണ്. അവരൊരു ബാലൻസിൽ ആ വെയിറ്റ് ഈക്വൽ ആക്കിക്കൊണ്ട് അവർ നിൽക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഞാൻ നമ്മുടെ ഒരു നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ വെച്ച് പറഞ്ഞതാണ്. നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകണം. ഇക്വിലിബ്രിയം തന്നെ പല ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതെല്ലാം നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. അപ്പം ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്. ഇനി ഞാനിവിടെ മെയിൻ ആയിട്ടും റെഫർ ചെയ്തേക്കുക നമ്മുടെ NCERT ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്കിപ്പോ എൻട്രൻസ് എക്സാമിനാണെങ്കിലും ഇനി നിങ്ങൾ +2 എല്ലാം കഴിഞ്ഞ് PSC പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും നമുക്ക് മെയിൻ വേണ്ടത് NCERTയുടെ ഒരു ബേസ് ആണ്. അപ്പൊ അത് ഇപ്പോഴേ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം പൊതുവെ എല്ലാ കുട്ടികൾക്കും NCERT ടെക്സ്റ്റ് വായിക്കൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം അതിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. NCERT നിർബന്ധമായിട്ട് അത് തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്ന NCERT ആണ്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ തരുന്നത് ജസ്റ്റ് അതിന്റെ ഒരു ഷോർട്ട് വൈസ് ആയിട്ടുള്ള നോട്ടാണ്. കാരണം നിങ്ങൾക്ക് എക്സാംസിന് പാസ് ആവണമെങ്കിൽ ജസ്റ്റ് ആ നോട്ട് മതി, നോട്ട് പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാനതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക് ബേസിലോട്ട് നമുക്ക് കിടക്കാം. ഞാനൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ, നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോണം, ക്ലോസ്ഡ് കണ്ടെയ്നർ. ഞാനൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുക്കുവാണ്. ആ ക്ലോസ്ഡ് കണ്ടെയ്നറിന്റെ അകത്ത് ഞാൻ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തു. അന്നേരം ആ ലിക്വിഡ് എന്ത് ചെയ്യും? അത് ചുമ്മാ അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുകയല്ല. അവര് കൊളൈഡ് ചെയ്തിട്ട് അവർ തമ്മിൽ, ആ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കൊളൈഡ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യും? ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും അവര് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകാൻ തുടങ്ങും. ഇതാണ് ഞാൻ പറയുന്ന എക്സാമ്പിള്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലിക്വിഡ് എന്ത് ചെയ്യാൻ തുടങ്ങുവാണ്? വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അപ്പൊ കുറച്ച് ലിക്വിഡ് മോളിക്യൂൾസ് എന്തായി? ഇപ്പം വേപ്പർ സ്റ്റേറ്റിലായി. പക്ഷെ അവർ ആ വേപ്പർ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയല്ല. തിരിച്ച് അവരെന്ത് ചെയ്യും? ആ കണ്ടെയ്നറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അവര് ആ വേപ്പറിൽ നിന്ന് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടും ആകും. അപ്പൊ എല്ലാ മോളിക്യൂൾസും അങ്ങനെ ചെയ്യണം എന്നില്ല. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എന്തായി പോകുന്നത്? വേപ്പറൈസ്ഡ് ആയി പോകുന്നത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിട്ട് മാറും? ആ വേപ്പറിൽ നിന്ന് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറും. ഇനി ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ അറ്റ് എ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഈ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പറായി പോകുന്നതിന്റെ എണ്ണവും തിരിച്ച് ആ വേപ്പർ ലിക്വിഡ് ആയി വരുന്നതിന്റെ ഒരു എണ്ണവും സെയിം ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ലിക്വിഡിൽ നിന്ന് വേപ്പറായി പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും തിരിച്ച് വേപ്പറിൽ നിന്ന് ലിക്വിഡ് ആയിട്ട് മാറുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുകയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതുവാണെങ്കിൽ വാട്ടർ, ജസ്റ്റ് ഞാൻ എഴുതി കാണിക്കാം. H2O ലിക്വിഡിലായിരുന്നു. അത് എന്തായിട്ട് മാറി? തിരിച്ച് H2O വേപ്പർ ആയിട്ട് മാറി. ഓക്കെ, ഇത് ഫോർവേഡ്, അത് മുന്നിലോട്ട് മാത്രമല്ലല്ലോ ഈ പ്രോസസ്സ് നടക്കുന്നത്. തിരിച്ച് ആ വേപ്പർ എന്തായിട്ട് മാറുന്നുണ്ട്? ലിക്വിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിന്റെ ഒരു സിമ്പിൾ വെർഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാനൊരു 2 ടൈപ്പ് ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന് സ്റ്റാറ്റിക്കും ഒന്ന് ഡൈനമിക്കും. സ്റ്റാറ്റിക് പിന്നൊന്ന് ഡൈനമിക്.
ഓക്കെ, സ്റ്റാറ്റിക്കും ഡൈനമിക്കും. ഇനി സ്റ്റാറ്റിക്കിനെ കുറിച്ച് നമുക്ക് അത്ര ഡീറ്റെയിൽഡ് വേണ്ട, ഡൈനമിക് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അതൊരു ഡൈനമിക്കിന് എക്സാമ്പിൾ ആണ്. കാരണം അവിടെ ആ സിസ്റ്റം റെസ്റ്റിൽ ഇരിക്കുവാണോ? അല്ല, റെസ്റ്റിൽ ഇരിക്കുവാണെങ്കിൽ ഒരിക്കലും തിരിച്ചൊരു വാട്ടർ എന്താ വേപ്പറായി പോയി തിരിച്ച് വേപ്പർ ലിക്വിഡായി വരുന്നു, അതങ്ങനെ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ല. കാരണം അവിടെ എന്തൊക്കെയോ ചേഞ്ചസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ അവർ നിൽക്കുവാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ ആ ലിക്വിഡ് വേപ്പർ ബൗണ്ടറിയിലെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതൊരു ഡൈനമിക് ഇക്വിലിബ്രിയം ആണ്. ഡൈനമിക് ഇക്വിലിബ്രിയം വെച്ചാൽ അവിടെ റിയാക്ഷൻസ് എന്ത് ചെയ്യുവാണ്? കണ്ടിന്യൂസ് ആയിട്ട് ഒക്യൂർ ചെയ്യുവാണ്. അത് നിൽക്കുന്നില്ല, ആ പ്രോസസ്സ് നിൽക്കുന്നില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലോട്ടും ഒക്യൂർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വാട്ടർ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നു, ലിക്വിഡ് തിരിച്ച് വേപ്പർ ആവുന്നു, വേപ്പർ വീണ്ടും ലിക്വിഡ് ആവുന്നു. ആ ഒരു റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവിടെ ഒരു ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ, അവിടെ ഒരു ഓവറോൾ ചേഞ്ച് നോക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ആണ്. ഓവറോൾ ആയിട്ട് അവരുടെ കോൺസെൻട്രേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യൂൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊരു ഡൈനമിക് ഇക്വിലിബ്രിയം ആണ്. ഡൈനമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ റിയാക്ഷൻസ് വിച്ച് ആർ കണ്ടിന്യൂസ്ലി ഒക്യൂറിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. But here overall concentration remains constant. ഇനി എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ there is no motion, no net change in the concentration of reactants and products over time. അവിടെ ടൈം പോകുന്ന അനുസരിച്ച് റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷന് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ അവിടുത്തെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് പോലും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സ്റ്റാറ്റിക്. there is no motion or the system works at rest. അവര് എന്തിലാണ്? എക്സിസ്റ്റസ് റെസ്റ്റ് പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, രണ്ട് ടേംസ് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനമിക്? സ്റ്റാറ്റിക്കിന്റെ അകത്ത് അവിടെ റിയാക്ഷൻസ് നടക്കുന്നില്ല, അവിടെ ഉള്ള മോളിക്യൂൾസ് എല്ലാം റെസ്റ്റിലിരിക്കുവാണ്. ഡൈനമിക്കിന്റെ അകത്താണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റില് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ. ആ ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റില് നമുക്ക് ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ പറയാം, ആർ എഫ് ഈക്വൽ ടു ആർ ബി. എഫ് എന്ന് വെച്ചാൽ ഫോർവേഡ്, ബി എന്ന് വെച്ചാൽ ബാക്ക്വേർഡ്. അപ്പൊ ഈ ഒരു കേസിൽ റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്താ ഓവറോൾ ഒരു ചേഞ്ച്, കോൺസെൻട്രേഷനിൽ ഒരു ചേഞ്ച് കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. അവിടെ എന്തായിരിക്കും? റേറ്റ് ഓഫ് ഫോർവേഡ്, അതായത് ഫോർവേഡിലോട്ട് പോകുന്ന ആ റേറ്റും തിരിച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള റേറ്റും എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് there is no change in the concentrations of the species. ഓക്കെ, ക്ലിയർ ആയി ഞാൻ കരുതുന്നു. ഇനി അവിടെ നിങ്ങൾ ഒരു 3 പോയിന്റ്സ് കാണുന്നുണ്ടായിരിക്കും അല്ലെ? ഇനി എന്താണ് 3 പോയിന്റ്സ്? നമ്മളിപ്പം നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുക? ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, അവര് എന്താ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി കൂടുന്നത് കുറയുന്നത് ആ ഒരു അളവ് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവര് സ്റ്റേബിൾ ആയിട്ട് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്ന് എത്തി. അങ്ങനെ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്ന് നിൽക്കുന്ന ആ ടൈമില് ആ റിയാക്ഷന്റെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതാണ് ഈ 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആ റിയാക്ഷന്റെ സിറ്റുവേഷൻ എന്താണ്? ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ റിയാക്ഷന്റെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്താണ്? ആ സ്റ്റേറ്റ് 3 രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ ആ റിയാക്ഷൻസ് അത് റിയാക്ഷൻസ് വെച്ചാൽ നിയർലി ടു കംപ്ലീഷൻ, കംപ്ലീറ്റ് ആകാറായ കേസിലാണ് അത് അവരെ ഇക്വിലിബ്രിയത്തിൽ എത്തിയത്. റിയാക്ഷൻ നിയർലി ടു കംപ്ലീഷൻ, അതായത് ജസ്റ്റ് ഒരു 1% കൂടെ മതി അവർക്ക് എന്താ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അതുവരെ അവർ കംപ്ലീറ്റ് ആകാൻ നിൽക്കുവാണ്. ആ ഒരു കേസിൽ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ, അവിടെ റിയാക്ടൻസ് കാണുമോ? ഇല്ല, കാണുന്ന വെച്ചാൽ ഒരു 0.1% അത്രയൊക്കെ റിയാക്ടൻസ് കാണുള്ളൂ. കാരണം റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുവാണ്. റിയാക്ടൻസ് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് നടന്ന് അവർ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പോ ആ റിയാക്ഷൻ കണ്ടിന്യൂസ് ചെയ്ത് വരുന്ന അനുസരിച്ച് നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കേസിൽ ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അവരെത്തി നിൽക്കുമ്പം അവിടെ നടക്കുന്നതെന്ന് വെച്ചാല് ആ റിയാക്ഷൻസ് നിയർലി കംപ്ലീറ്റ് ചെയ്യാറായി. അപ്പൊ അവിടെ റിയാക്ടൻസിന്റെ അളവ് തീരെ കുറവേ ഉള്ളൂ. ഓക്കെ, അതൊരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻ അധികം നടന്നിട്ടില്ല, കാരണം അവിടുത്തെ പ്രൊഡക്റ്റിന്റെ അളവ് വളരെ കുറവാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും റിയാക്ഷൻ അവിടെ അധികം നടക്കുന്നില്ല. കാരണം റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു
ചാൻസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, ആ ഒരു നമ്പർ കുറവാണ്. അപ്പൊ പ്രൊഡക്റ്റ് അവിടെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, റിയാക്ടൻസ് അവിടെ കൂടുതലും ഒന്നും ചെയ്യാതെ വെറുതെ അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുവാണ്. അത് സെക്കൻഡ് സ്റ്റേറ്റ്. തേർഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാല് ഈ രണ്ടുപേരുടെയും എന്താ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും കമ്പയറബിൾ ആണ്. കമ്പയറബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം, നിയർലി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ്. അതാണ് തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ എന്താണ്, നിയർലി ഈക്വൽ ആയിട്ട് മാറി. അതാണ് മൂന്നാമത്തേത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കെമിക്കൽ ഒരു നമ്മുടെ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, റിയാക്ടന്റ് ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറി, പ്രൊഡക്റ്റ് ഫുൾ തിരിച്ച് റിയാക്ടന്റ് ആവുന്നു, അങ്ങനെ ഒരു കേസ് അല്ല. അത് 3 ഫോമിലാകാം. അത് ആ 3 ഫോമാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ 3 പോയിന്റില് നമുക്ക് ഈ ഒരു കണ്ടീഷനില്ലേ, അതായത് ഈ റിയാക്ഷൻ ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ കണ്ടീഷൻ നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് വേണ്ടത് ഫസ്റ്റത്തെ കേസ് ആണെന്ന് വെക്കാം, ദ റിയാക്ഷൻസ് അറ്റ് പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ. അപ്പൊ അവിടെ കുറച്ച് കോൺസെൻട്രേഷൻസ് മാത്രം, എനിക്ക് ഫുൾ ഇപ്പൊ പ്രൊഡക്റ്റ് വേണം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അസറ്റോൺ എന്ന് പറഞ്ഞ ഒരു മോളിക്കൂൾ ആണ്. അസറ്റോൺ ഒത്തിരി യൂസ്ഫുൾ ഉള്ളതാണ് നമുക്ക്, നമ്മുടെ ലൈഫിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരാളാണ് അസറ്റോൺ. ഇപ്പൊ എനിക്ക് വേണ്ട അസറ്റോൺ ആണ്. അപ്പൊ അസറ്റോൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അവിടെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ടൻസ് കംപ്ലീറ്റ് ആയിട്ട് അസറ്റോൺ ആയിട്ട് മാറണം. അപ്പൊ എനിക്ക് ആ ഒരു ഫോമിലാണ് ഇക്വിലിബ്രിയം നിർത്തേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഞാൻ യൂസ് ചെയ്യുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും അതുപോലെ ടെമ്പറേച്ചർ അതുപോലെ വേരിയബിൾസിനെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അങ്ങനെ ഞാൻ വേരിയബിൾസ് ആയ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വേരിയബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പോസിബിൾ ആയിരിക്കും, ആ റിയാക്ഷന്റെ ആ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായിരുന്നു. കാരണം 3 പോയിന്റിലെ ഏതാണോ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് അതെനിക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എങ്ങനെയാണ്, ബൈ ചേഞ്ചിങ് ദി വേരിയബിൾസ്. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണിത്. ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എന്താണ് അത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നു. നമ്മുടെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചത് പറഞ്ഞു തന്നു. പിന്നെ 2 ടൈപ്പ് ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തു, എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനമിക്. ഓക്കെ, പിന്നെ ആ ജസ്റ്റ് 3 പോയിന്റ്സ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രമേ പറഞ്ഞേ ഉള്ളൂ. ആ 3 പോയിന്റ്സ്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു റിയാക്ഷൻ നിൽക്കുവാണെങ്കിൽ അവരുടെ ആ റിയാക്ഷന്റെ പർട്ടിക്കുലർ അവസ്ഥ എന്താണ്, ആ റിയാക്ഷൻ ഇപ്പൊ ഏത് സ്റ്റേറ്റിലാണ്, അതാണ് 3 ഫോംസിലായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ എപ്പോഴും ഓർത്തിരിക്കണം, എന്റെ കയ്യിലുള്ള കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഫോമിൽ ഏതെങ്കിലും ഫോമിലോട്ട് റിയാക്ഷനെ കൊണ്ടുപോകാൻ കഴിയും, അത് നമ്മുടെ കയ്യിലാണ്. അപ്പം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പം ഈ ഇക്വിലിബ്രിയം തന്നെ നമ്മൾ ഇനി കണ്ടുവരും 3 ടൈപ്സ് പഠിക്കും. ഒന്ന് ഫിസിക്കൽ പഠിക്കും, ഒന്ന് കെമിക്കൽ പഠിക്കും, ഒന്ന് അയോണിക് പഠിക്കും. അങ്ങനെ 3 എണ്ണം നമ്മൾ പഠിക്കുവേ. ഞാൻ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, എന്താണ് ഈ ഫിസിക്കൽ പ്രോസസ്? ഫിസിക്കൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലോട്ട് സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുവാണ്. ഫിസിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ്. അതായത് സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന ആള് ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറുന്നു. അവിടെ പർട്ടിക്കുലർ റിയാക്ഷൻസ് ഒന്നും നടക്കുകയല്ല, റിയാക്ഷൻസ് അല്ല അവിടെ നടക്കുന്നത്, പകരം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഫിസിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ്. അത് നോക്കിക്കേ, നമ്മൾ സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, സോളിഡ് ഗ്യാസ് ആവുന്നു. ഇതൊക്കെ എന്താണ്, ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ഫേസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ? ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒരു സെയിം സബ്സ്റ്റൻസ് അല്ലെ, ഒരു സബ്സ്റ്റൻസ് അവരുടെ 2 ഫേസസിനിടയിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുവാണ്. അതായത് ഒരു സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അങ്ങനെ ഒരു സോളിഡ് ലിക്വിഡ് ആവുന്നു, തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്നു.
അങ്ങനെ 2 ഫേസസ് ഉണ്ട്. ആ 2 ഫേസസിൽ അവർ എന്ത് ചെയ്യുവാണ്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുവാണ്. ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം അറ്റൈൻ ബിറ്റ്വീൻ 2 phases of the substance when the rates of forward and reverse reactions are equal. അത് ഓർത്തോണം. റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് റിവേഴ്സും ഈക്വൽ ആവുന്ന കേസിലാണ് ആ ഒരു സബ്സ്റ്റൻസിന് എന്ത് പോസിബിൾ ആവുക? ഫിസിക്കൽ ഇക്വിലിബ്രിയം പോസിബിൾ ആവുക. അപ്പൊ ഒന്നും കൂടെ പറയാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ഷൻസ് അല്ല പറയുക. അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുകയില്ല. ജസ്റ്റ് ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആണ്. അതായത് അവരുടെ ആ സ്റ്റേറ്റിൽ നിന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതെല്ലാം 3 നമ്മൾ ഫേസ് പഠിക്കുക. അപ്പം ആ ഒരു ഫേസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് എന്ത്? ഫിസിക്കൽ പ്രോസസ്. ആ ട്രാൻസ്ഫോർമേഷൻ ടൈമില് അവര് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ റേറ്റ് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് ബാക്ക്വേർഡ്, ബാക്ക്വേർഡ് നിന്ന് ഫ്രണ്ട്, ആ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ ആ റേറ്റ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം ഇപ്പോൾ ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു ജസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും നമ്മൾ 3 സ്റ്റേറ്റുകൾ പറയാൻ ഏറ്റവും എളുപ്പം നമുക്ക് വാട്ടറിലാണ്. വാട്ടർ സോളിഡ്, ഐസ് ആയിട്ട് നിൽക്കുന്നു. ലിക്വിഡ് നമുക്കറിയാം ഗ്യാസ് ആയിട്ട്, വേപ്പർ ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ 3 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലാവുന്നു, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് ആവുന്നു. ഇതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി 3 ഇതിൽ ഇവർക്ക് പോസിബിൾ ആണല്ലോ. സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയം ഉണ്ട്, പിന്നെ തിരിച്ച് ലിക്വിഡ് ടു വേപ്പർ ഇക്വിലിബ്രിയം ഉണ്ട്, സോളിഡ് ടു വേപ്പർ ഇക്വിലിബ്രിയം ഉണ്ട്. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്. സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ സോളിഡ് എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ സോളിഡ് ഫോം ഏതാ? ഐസ് അല്ലേ? ആ ഐസും ആ വാട്ടറും, അതാണ് സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ. ഐസിനെയും വാട്ടറിനെയും നമ്മൾ ഒരു പെർഫെക്റ്റ്ലി ഒരു ഇൻസുലേറ്റഡ് എന്ന് വെച്ചാൽ അവിടെ എന്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയില്ല. ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. പുറത്തുനിന്നോ അല്ല, പുറത്തുനിന്ന് അകത്തോട്ടോ അകത്തുനിന്ന് പുറത്തോട്ടോ അവിടെ ഒന്നും ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയില്ല. അങ്ങനെ ഒരു ഫ്ലാസ്കില് ഐസും വാട്ടറും നമ്മൾ എടുക്കുവാണ്. അതും നിങ്ങൾ ആ ഒരു ടെമ്പറേച്ചറും ആ പ്രഷറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ഒരു കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ഇക്വിലിബ്രിയം പോസിബിൾ ആവില്ല. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ ഐസും വാട്ടറും കെപ്റ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 273 കെൽവിനും 1 അറ്റ്മോസ്ഫറിക് പ്രഷറിലുമാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? നമ്മുടെ ഐസിനെയും വാട്ടറിനെയും കെപ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ ഐസും വാട്ടറിന്റെയും മാസ് എന്ന് പറയുക, അല്ലെങ്കിൽ അവരുടെ അളവ് എന്ന് പറയുന്നത് ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിട്ട് തന്നെ നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ, അവിടെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും കാണുന്നില്ല. ഐസ് കാരണം അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അവരെന്താണ്? ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. അപ്പൊ ഐസ്, പക്ഷെ അവിടെ പ്രോസസ് അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഐസ് വാട്ടർ ആവുന്നുണ്ട്, വാട്ടർ തിരിച്ച് ഐസും ആവുന്നുണ്ട്. പക്ഷെ അവിടുത്തെ മാസ്, അവരുടെ എമൗണ്ടിന് ഒരു ചേഞ്ചും, ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ചേഞ്ചും വരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിട്ടുമായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇതൊരു സ്റ്റാറ്റിക് ആണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അവിടെ ഒരു മോളിക്യൂൾസോ ഒരു റിയാക്ഷൻസോ ഒന്നും അനങ്ങുന്നില്ല, എല്ലാം റെസ്റ്റിലാണ്. പക്ഷെ ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ എന്താ ഫേസ് ട്രാൻസ്ഫോം ചെയ്യാൻ അവർക്ക് കഴിയുന്നത്. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ല, ഇതൊരു ഡൈനമിക് ഇക്വിലിബ്രിയം ആണ്. പക്ഷെ ഓവറോൾ കോൺസെൻട്രേഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നോക്കുന്ന കേസിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും? ഒരു ഒറ്റ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഇത് നടക്കുന്നത് 1 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ 273 കെൽവിനിലുമാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും മാത്രമേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നിങ്ങളൊരു കുറച്ചൊരു ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും അല്ലെ? നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓർ നോർമൽ ഫ്രീസിംഗ് പോയിന്റ്. അതൊന്നും എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊരു സബ്സ്റ്റൻസിന്റെയും നമ്മൾ ഒരു പ്യുവർ, അതായത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു പ്യുവർ സബ്സ്റ്റൻസ്, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താ? 1 atm. ആ 1 atm പ്രഷറില് സോളിഡ് ലിക്വിഡ് ആയി മാറുന്നത്, ആ ഒരു ഇക്വിലിബ്രിയം അത് അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ നോർമൽ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ഓക്കെ, അപ്പം നോർമൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അറ്റ്മോസ്ഫറിക് പ്രഷറില്
അതൊരു ടെമ്പറേച്ചർ ആണ്. 0°C ഒരു ടെമ്പറേച്ചർ അല്ലേ? എന്തിന്റെ ടെമ്പറേച്ചർ ആണ്? സോളിഡും ലിക്വിഡ് ഫേസസും ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ടെമ്പറേച്ചർ. സോളിഡും ലിക്വിഡും ആ രണ്ട് ഫേസസുകള് ഇക്വിലിബ്രിയത്തില് എത്തുന്ന ആ ഒരു ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ അല്ലെങ്കിൽ അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ ഓരോ സബ്സ്റ്റൻസിനും അതിന് വേറെയാണ്. വാട്ടറിന് നമുക്കറിയാം അതൊരു 0°C ആണ് ഈ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്തുകൊണ്ടാണ് ഇതിനൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ കഴിയുന്നത്. കാരണം ഇവിടുത്തെ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്, സെയിം റേറ്റിൽ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് അങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ പോലെ ഉള്ളൂ. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിനായിട്ട് എൻസിആർടി ഫുൾ കവർ ചെയ്യണ ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇത് അത്രയും ഡീപ്പായിട്ടുള്ള കാര്യമൊന്നും അല്ല. സോളിഡ് ലിക്വിഡ് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഇനി ലിക്വിഡ് വേപ്പർ, അത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങൾ ആ ഫിഗർ കാണുന്നുണ്ടായിരിക്കും അല്ലെ? ഓക്കെ, ഇതൊന്ന് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആ എക്സാമ്പിൾ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം? നിങ്ങൾ ഈ സൈഡിൽ ഒരു സെക്കൻഡ്, ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ? ഇതെന്താണെന്ന് അറിയാവോ? ഇതൊരു മാനോമീറ്റർ ആണ്. ഇതൊരു മാനോമീറ്റർ. ഈ മാനോമീറ്റർ എന്തിനാണെന്നറിയാവോ? ദേ ആർ യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ. നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനോമീറ്റർ ഞാൻ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബോക്സിന്റെ അകത്തോട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അതിന് വേണ്ടിയാണ്, ഇവിടുത്തെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഏറ്റവും താഴെ ഒരു അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു ഡിഷിന്റെ അകത്ത് ഒരു കെമിക്കൽ കണ്ടില്ലേ? അതിന്റെ യൂസ് എന്താണ്? ദേ ആർ ഡ്രൈയിങ് ഏജന്റ്. അവരെ വിളിക്കുന്ന പേര് ഡ്രൈയിങ് ഏജന്റ് എന്നാണ്. ഇത് ഡ്രൈയിങ് ഏജന്റ് വേറെ ഉണ്ട്. നമുക്ക് ഫോസ്ഫറസ് പെന്റ ഓക്സൈഡും ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യമേ കൊണ്ട് എന്തിനാണ് ഈ ഡിഷിന്റെ അകത്ത് അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് വെച്ചേക്കുന്നത്? അത് നമ്മുടെ ഈ ആ ബോക്സിന്റെ ഉള്ളിലുള്ള വാട്ടർ വേപ്പറിനെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തിനാണ് ഈ ഡ്രൈയിങ് എന്ന് വെച്ചാൽ വാട്ടർ ഉണ്ടല്ലോ, വാട്ടറിന്റെ അളവിനെ അവിടെ ഫുൾ ഡ്രൈ ഉണക്കുക എന്നല്ലേ, അപ്പൊ വെള്ളത്തിനെ വലിച്ചെടുക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ആദ്യം വെക്കുന്നത്. അത് വെച്ചു, അപ്പൊ അവിടെയുള്ള വാട്ടറിന്റെ വാട്ടർ വേപ്പറിന്റെ അളവെല്ലാം കുറച്ചു. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ ഇപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്തത്? ഈ ഒരു ബോക്സിനകത്ത് അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് എടുത്തു. അപ്പൊ അവിടെയുള്ള വാട്ടർ വേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തവർ മാറ്റി. ഇനി ഞാൻ സെക്കൻഡ് ഫിഗർ നോക്കിക്കേ. സെക്കൻഡ് ഫിഗറിൽ ഞാൻ പിന്നെ എന്താ ചെയ്തേക്കുന്നത്? വാട്ടർ എടുത്തേക്കുവാണേ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തൊരു വാട്ടർ എടുത്തു. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തൊരു കാൽഷ്യം ക്ലോറൈഡിനെ എടുത്തു മാറ്റി വാട്ടർ എടുത്തു. അപ്പം എടുക്കുന്ന ടൈമില് അവിടെ വാട്ടർ ആയിട്ട് തന്നെ നിൽക്കുവാണ്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആ ലിക്വിഡ് എന്തായിട്ട് മാറാൻ തുടങ്ങും? വേപ്പറായിട്ട് മാറാൻ തുടങ്ങും. ഞാൻ ആ ഫസ്റ്റ് കേസ് പറഞ്ഞില്ലേ, ചുമ്മാ അവർ നിൽക്കുകയല്ലോ, വാട്ടർ തമ്മിൽ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് അവര് വേപ്പർ ആകാൻ തുടങ്ങും. ഓക്കെ, അപ്പം വേപ്പർ ആകുമ്പോൾ അവർക്ക് ഒരു പ്രഷർ ഉണ്ട്. അപ്പൊ പയ്യെ നമ്മൾ ആ റീഡിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയും? അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. മാറ്റാം. ആദ്യം ഞാൻ എന്താണ് എടുത്തത്? വാട്ടർ എടുത്തു. ആദ്യത്തെ സ്റ്റേറ്റിൽ അവിടെ എന്താ റീഡിങ് സെയിം തന്നെ നിൽക്കുവാണ്, ചേഞ്ച് ഒന്നും കാണുന്നില്ല, കാരണം വാട്ടറിന്റെ പ്രഷർ കുറവാണ്. പിന്നെ പയ്യെ ഇത് വേപ്പർ ആവുന്ന അനുസരിച്ച് ഞാൻ ആ റീഡിങ്ങിലോട്ട് നോക്കുമ്പോൾ ആ മാനോമീറ്ററിൽ റീഡിങ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം അവിടുത്തെ പ്രഷർ കൂടുന്നതായിട്ട് കാണാം. അപ്പൊ പ്രഷർ കൂടിയാൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ കുറച്ച് വാട്ടർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പം വേപ്പർ ആയിട്ട് മാറിയിട്ടുണ്ട്, അവർ ഗേഷ്യസ് ഫോമിലോട്ട് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം പ്രഷർ കൂടി വരുവാണ്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആ ഒരു ഇൻക്രീസ് ഉണ്ടല്ലോ, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു റേറ്റ് അത് വേഗം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ റേറ്റ്, അതിന്റെ അളവ്, ആ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് പയ്യെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ആ വേപ്പർ തിരിച്ച് ലിക്വിഡായി മാറുന്നു എന്നല്ലേ അതിന്റെ സിമ്പിൾ കാണിക്കുന്നത്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആ പ്രഷർ എന്തായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതും കാണാൻ കഴിയും. ആദ്യം കൂടി വന്നു, പിന്നെ അത് പയ്യെ കുറഞ്ഞു അത് സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ആ ലിക്വിഡും അതായത് ലിക്വിഡ് വേപ്പർ ആവുന്നതും വേപ്പർ തിരിച്ച് ലിക്വിഡ് ആവുന്നതും ഇപ്പൊ എന്തായി? സ്റ്റേബിൾ ആയി എന്ന് പറയാൻ പറ്റും അല്ലെ? അതായത് ആ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് വെച്ചാല്
എന്താ ലിക്വിഡ് വേപ്പറൈസ് ആയി പോകുന്ന ആ റേറ്റും തിരിച്ച് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ നിങ്ങൾ ഇക്വേഷൻ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ താഴെ ഇതുണ്ടോ, റേറ്റ് ഓഫ് ഇവാപറേഷൻ ഈക്വൽ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ആ ഒരു സ്റ്റേറ്റിൽ ഇപ്പം നമ്മുടെ ആ സിസ്റ്റം എത്തി നിൽക്കുവാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഓൾസോ ഇൻക്രീസസ് ടിൽ ദ ഇക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ്. അപ്പൊ അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അപ്പൊ ഗേഷ്യസിൽ നിന്ന് തിരിച്ചവര് ലിക്വിഡായി മാറുവാണ്. അപ്പൊ ആ ഒരു റേറ്റ് ആണ് ഇപ്പൊ കൂടുതൽ. അപ്പൊ അങ്ങനെ കൂടി ഇക്വിലിബ്രിയം എത്തുന്നത് വരെ അവരെന്തായിട്ട് മാറും, അങ്ങനെ തിരിച്ച് എന്താ നമ്മുടെ ഗേഷ്യസ് ആയി പോയവർ തിരിച്ച് വാട്ടറായി വരുന്ന ആ ഒരു എമൗണ്ട് കൂടി വന്ന് ലാസ്റ്റ് അവർ ഇക്വിലിബ്രിയത്തിൽ എത്തി. ഇപ്പൊ റേറ്റ് ഓഫ് ഇവാപറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും ഇപ്പം ഒരേപോലെ നടക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ എനിക്ക് പർട്ടിക്കുലർ ചേഞ്ച് അവിടെ ആ മാനോമീറ്റർ റീഡിങ്ങിൽ കാണാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറി, കോൺസ്റ്റന്റ് ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ ഒരു പ്രഷറിനെ ഞാൻ ഒരു പേര് വിളിക്കും. അതാണ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനില് വാട്ടർ മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ അതെന്തായി, കോൺസ്റ്റന്റ് ആയി ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനില് വാട്ടർ മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്തോളൂ. അറ്റ് ഇക്വിലിബ്രിയം ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വാട്ടർ മോളിക്യൂൾസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ഇത് വാട്ടർ വെച്ചുള്ള എക്സ്പെരിമെന്റ് ചെയ്തു. ഇനി രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ സെക്കൻഡ് ആയിട്ട് ഇപ്പൊ ഞാൻ വാട്ടർ ആണല്ലോ ആ ഡിഷിൽ എടുത്തത്. ഇനി ഞാൻ ആ വാട്ടർ മാറ്റി. ഇനി തിരിച്ച് ഞാൻ സെക്കൻഡ് ആയിട്ട് എന്തെടുത്തു, ആൽക്കഹോള് ഈതറ് പിന്നെ എന്താ അസറ്റോണ് അതുപോലുള്ള വേറെ കുറച്ച് കെമിക്കൽസ് എടുത്തു, അതിൻ്റെ അകത്ത് എടുത്തു. എന്നിട്ട് ഞാൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യിക്കുകയാണ് അവരെ കൊണ്ട്. അപ്പൊ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ ഓരോ കേസിലും വേപ്പർ പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. നേരത്തെ വാട്ടർ എടുത്തപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് വന്ന ആ പ്രഷർ അല്ല ഈ പറഞ്ഞ കെമിക്കൽസ് എടുക്കുമ്പോൾ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വന്ന ആ പ്രഷർ. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഈ മെഥനോള് അസറ്റോണ് അങ്ങനെയുള്ളവരെടുത്തപ്പോൾ ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ കേസിലും ഡിഫറെന്റ് ആയിരിക്കും. ഇനി അങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിൽ ആർക്കാണോ ഹയർ വേപ്പർ പ്രഷർ ഉള്ളത് അവരാണ് കൂടുതൽ വോളറ്റൈൽ എന്ന് വെച്ചാൽ വേഗം വേപ്പറൈസ് ആയിട്ട് പോകാൻ കഴിയുന്നത് ഇതിൽ കൂടുതൽ വേപ്പർ പ്രഷർ ഉള്ളവർക്കായിരിക്കും. ഓക്കെ, ഞാനിതൊന്ന് പറയാം, ഇതൊന്ന് വയ്ക്കട്ടെ. ഇത് കണ്ടോ, ലിക്വിഡ് വിച്ച് ഹാസ് a higher vapor pressure is more volatile and has a lower boiling point. അവർക്ക് വേഗം വേപ്പറൈസ് ആയി പോകാനുള്ള കഴിവുണ്ട്. അതാണ് അവരെ കൂടുതൽ വോളറ്റൈൽ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ 3 വാല്യൂസ് തന്നിട്ട് ഓക്കെ 3 വേപ്പർ പ്രഷറിന്റെ വാല്യൂസ് തന്നിട്ട് ഇതിൽ ഏതാണ് കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് എന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പമായില്ലേ. അതിൽ ഏതിനാണോ ഹയർ വേപ്പർ പ്രഷർ ഉള്ളവര് ആ ഉള്ള ലിക്വിഡ് ആയിരിക്കും എന്താ കൂടുതൽ വോളറ്റൈൽ ആയിട്ട് പോകുന്നത്, അവർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളതും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പറഞ്ഞു ഓരോ ലിക്വിഡിനും നമ്മൾ എടുക്കുന്ന ഓരോ ലിക്വിഡിനും എന്തായിരിക്കും അവർക്കൊരു പർട്ടിക്കുലർ ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോ രണ്ട് ഒന്ന് വാട്ടർ വെച്ച് ചെയ്തു, ഒന്ന് ഈ പറഞ്ഞ കെമിക്കൽസ് വെച്ച് ചെയ്തു. ഇനി ഞാൻ അവിടെ നിങ്ങൾ മേളിൽ നോക്കിക്കേ, ഈ ബോക്സ് എന്താ ക്ലോസ്ഡ് അല്ലേ. ഇനി ഞാൻ ഇതിനെ ഈ ബൗളിനെ എടുത്തിട്ട് ഒരു പുറത്തൊരു ഓപ്പൺ സിസ്റ്റത്തിൽ വെച്ചു. ഓക്കെ, ഓപ്പൺ സിസ്റ്റത്തിൽ വെക്കുമ്പോൾ അറിയാം ചുമ്മാ ഒരു വെള്ളം കൊണ്ട് വെക്കുമ്പോൾ അത് വേഗം വേപ്പറൈസ് ആയിട്ട് പോകും. ആ വേപ്പറൈസ് ആയിട്ട് മേളിൽ ചെല്ലുന്ന ആരെങ്കിലും തിരിച്ചിപ്പം ഉടനെ തന്നെ ലിക്വിഡ് ആയിട്ട് വരുന്നുണ്ടോ, ഇല്ലല്ലോ. ആ വരുന്നാലും അതിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ അവിടെ വേഗം ലിക്വിഡ് ഡിസപ്പിയർ ആകും. അതായത് അവിടുത്തെ ഇവാപറേഷൻ വേഗം നടക്കും, പക്ഷെ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കേസിൽ നമുക്ക് അവിടെ ഇക്വിലിബ്രിയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അവർ ഒരേപോലെ റേറ്റ് സ്പീഡിൽ ഒരേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കണം. ഫോർവേഡ് നടക്കുന്ന പോലെ തന്നെ ബാക്ക്വേഡ് അതേ സ്പീഡിൽ നടക്കണം. പക്ഷെ ഇവിടെ എന്തല്ല, അങ്ങനെ ഒരു കേസ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇവാപറേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും, പക്ഷെ കണ്ടൻസേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ.
ഓക്കെ, അപ്പൊ ഈ ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മെയിൻ ആയിട്ടും 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവാപറേഷൻ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ എടുക്കുന്ന ലിക്വിഡിന്റെ നേച്ചർ അനുസരിച്ച് അല്ലെ, ഡെൻസർ ആണോ, അതുപോലെ തന്നെ ലൈറ്റർ ആണോ, നമ്മളിപ്പോ അസറ്റോണ് വാട്ടർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഡിഫറൻസസ് കാണാൻ കഴിയും? അവിടുത്തെ ഇവാപറേഷന്റെ റേറ്റിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. കാരണം അവിടുത്തെ വേപ്പർ പ്രഷർ ചേഞ്ച് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്ക് ഫസ്റ്റ് തന്നെ പറയാൻ പറ്റും നേച്ചർ ഓഫ് ലിക്വിഡ്, പിന്നെ എമൗണ്ട് ഓഫ് ലിക്വിഡ്. കുറച്ച് വെള്ളവും കൂടുതൽ വെള്ളവും എടുത്ത് നിങ്ങൾ നോക്കിക്കേ, അപ്പൊ അവിടുത്തെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവാപറേഷൻ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അവിടെയുള്ള ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് വേപ്പറൈസ് ആയി പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 കണ്ടീഷനാണ് ഇവാപറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് നേച്ചർ ഓഫ് ലിക്വിഡ്, 2 എമൗണ്ട് ഓഫ് ലിക്വിഡ്, 3 ടെമ്പറേച്ചർ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഏത് സിസ്റ്റത്തിലാണ്? ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ്. ഓപ്പൺ സിസ്റ്റത്തിൽ അവരുടെ റേറ്റുകൾ എന്തല്ല, സെയിം അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നേരത്തെ ഒരു ടേം പറഞ്ഞില്ലേ, ഫ്രീസിംഗ് പോയിന്റ് എന്ന്. നിങ്ങൾ ഓർക്കുന്നില്ലേ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാല് വെയിറ്റ്, ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലാണ്, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലാണ് ഫ്രീസിംഗ് പോയിന്റ് പറഞ്ഞത്. അതായത് സോളിഡും ലിക്വിഡ് ഫേസും രണ്ടുപേരും ഇക്വിലിബ്രിയം ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേറെ ഒന്നും നോക്കാതെ തന്നെ, ഈ സെന്റൻസ് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിക്വിഡും അതുപോലെ ഗേഷ്യസ് ഫേസും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലാവുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. എളുപ്പമല്ലേ? നമ്മൾ ആ ഫേസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിലാവുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കോൾഡ് ആസ് നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ മനസ്സിലായല്ലോ. ഇനി വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴാണ് ഒരു വാട്ടറും അതിന്റെ വാട്ടർ വേപ്പറും ഇക്വിലിബ്രിയത്തിലാവുന്നത്? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഏതായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ ആർ ഇൻ ഇക്വിലിബ്രിയം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലിക്വിഡ്, ആൻഡ് ഫോർ വാട്ടർ ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രഷർ ചേഞ്ച് ചെയ്താൽ ഈ ബോയിലിംഗ് പോയിന്റും ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് ചേഞ്ച്, നമ്മൾ പറഞ്ഞിട്ടില്ലേ ഏറ്റവും ടോപ്പിലോട്ട് പോകുന്തോറും അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തു? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് അവര് ഹൈറ്റിനെ വെച്ചിട്ട് ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ വാട്ടറിന് ഈ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഏത് പ്രഷറിലാണെന്നും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഏത് പ്രഷറിലാണ് വാട്ടറിന് 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ് ആയി മാറുന്നത്? 1.013 ബാർ പ്രഷർ. ആ യൂണിറ്റും കൂടെ നോട്ട് ചെയ്തോണേ. 1.013 ബാർ പ്രഷറിലാണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്. അതായത് വാട്ടറും വാട്ടർ വേപ്പറും ഇക്വിലിബ്രിയം ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? 1.013 ബാർ 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ബോയിലിംഗ് പോയിന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു? ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തു, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തു. ഇനി ലാസ്റ്റത്തേതാണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഓക്കെ, സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഇത് ജസ്റ്റ് സോളിഡ് എന്തായി മാറുന്നു? വേപ്പറായി മാറുന്നു. തിരിച്ച് വേപ്പർ എന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ട് മാറുന്നു. അതേ ഉള്ളൂ. അതിന് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സോളിഡ് അയോഡിൻ എടുക്കുക. എന്താണ് സോളിഡ് അയോഡിൻ? അതൊരു ക്ലോസ്ഡ് വെസലിൽ എടുക്കുമ്പം നമുക്ക് കാണാൻ കഴിയും ആ വെസലിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഫുൾ വയലറ്റ് വേപ്പർ. ഞാൻ ആദ്യം എടുത്തത് എന്തായിരുന്നു? സോളിഡ് ആയിരുന്നല്ലോ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് അവിടെ എനിക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഒരു വയലറ്റ് വേപ്പർ അവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ആദ്യം കുറച്ച് കളറേ ഉള്ളായിരുന്നു. പിന്നെ ആകുമ്പോൾ വയലറ്റ് കളറിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നു ടൈം പോകുന്ന അനുസരിച്ച്. കാരണം അവിടെയുള്ള സോളിഡ് എല്ലാം ഇപ്പൊ എന്തായിട്ട് മാറി? വേപ്പർ ആയിട്ട് മാറി. അതുകൊണ്ടാണ് ആ ഇന്റൻസ് കളറിന് കാരണം.
ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും എനിക്ക് എന്ത് കാണാൻ കഴിയും? ആ കളറിന്റെ ഇന്റൻസിറ്റി എന്തായി മാറി? കോൺസ്റ്റന്റ് ആയി. അതായത് ആ സിസ്റ്റം അവിടെ എന്തിലെത്തി? ഇപ്പം അവര് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തി. ഓക്കെ, ആ നല്ല ഇതില് ആ കളർ അങ്ങ് ഇന്റൻസ് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആ ഇന്റൻസിറ്റി പയ്യെ 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 കുറഞ്ഞ് അതൊരു കോൺസ്റ്റന്റ് ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സിസ്റ്റം അവിടെ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തി. അതൊരു എക്സാമ്പിൾ ആണ് സോളിഡ് അയോഡിൻ. ഇപ്പൊ സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടില്ല, അങ്ങനെ ഇട്ടതിന്റെ അകത്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനു വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതായത് എക്സാമ്പിൾസ് ഓഫ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം, കുറച്ച് പ്രോസസ്സുകൾ തന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുക, അതുപോലെ എന്താ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുക. അങ്ങനെ അപ്പൊ നമ്മള് ആ പ്രോസസ്സുകൾ അതിന്റെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ എക്സാമ്പിൾസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഞാൻ എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ കേസസും ഏത് ഇക്വിലിബ്രിയത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നറിയണം. അപ്പൊ ഈ സോളിഡ് അയോഡിൻ എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ. ആ ഒരു ഇക്വിലിബ്രിയം സൈനും കൊടുന്നു. ഇവിടെ ഒരു ഇക്വിലിബ്രിയത്തിന്റെ ആ ഒരു സൈനും കൂടെ ഉണ്ട് കേട്ടോ. അയോഡിൻ സോളിഡ് ആവുന്നതും അയോഡിൻ വേപ്പർ ആവുന്നതും എന്താണ്? ഫോർവേഡും റിവേഴ്സും ഒരേപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഇക്വിലിബ്രിയം സൈനും കൂടെ ഒന്ന് ഓർത്തോളുക. ഇനി ഈ സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ക്യാംഫർ തിരിച്ച് സോളിഡ് വേപ്പർ ആവുന്നത്. കർപ്പൂരം നമ്മൾ പറയാറില്ലേ, അത്. ഇനി അടുത്തത് അമോണിയം ക്ലോറൈഡ്, അത് സോളിഡ് വേപ്പർ ആവുന്നത്. അമോണിയം ക്ലോറൈഡ്, ഓക്കെ, അതും ഒരു എന്താ സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോവേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ ഇക്വിലിബ്രിയം എന്തോരം വാസ്റ്റ് ഒരു ടോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിന്റെ അപ്പുറം വാസ്റ്റിലോട്ട് നമ്മൾ ഇനി പോകുന്നതേ ഉള്ളൂ. പക്ഷെ പേടിക്കണ്ട, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഒരു ഹെൻറീസ് ലോയെ, അങ്ങനെ കുറച്ച് ലോസ് ഒക്കെ നമുക്ക് നല്ലപോലെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, പിന്നെ പിന്നത്തേന്ന് വെച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതൊരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്. പിന്നെ പറഞ്ഞ എന്താ, ഈ ഒരു വാട്ടർ H2O ലിക്വിഡ് H2O വേപ്പർ ആവുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം എന്താണെന്ന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അല്ലെ. പിന്നെ 2 ടൈപ്പ്, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താ, ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താ, അത് പറഞ്ഞു. പിന്നെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഈക്വൽ ആയിരിക്കും. ഡൈനാമിക് ഇക്വിലിബ്രിയം എത്തുമ്പോഴത്തേനും അവിടുത്തെ ഓവറോൾ കോൺസെൻട്രേഷൻ, അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഓവറോൾ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഒന്നും ഇല്ല. പിന്നെ പറഞ്ഞ എന്താ, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തി നിൽക്കുന്ന ഒരു റിയാക്ഷന്റെ ഒരു സ്റ്റേറ്റ് എന്താണ്, ഒരു അവസ്ഥ എന്താണ്, അത് 3 കാര്യങ്ങളിലാക്കി പറഞ്ഞു. പിന്നെ അത് ആ 3 പോയിന്റ്സ് നമ്മുടെ കയ്യിലാണ്. നമുക്ക് വേരി ചെയ്യുന്ന അനുസരിച്ച് ഓരോ ഫോംസിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഇക്വിലിബ്രിയം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ 3 എണ്ണം പഠിക്കുന്നുണ്ട്, ഫിസിക്കൽ, കെമിക്കൽ, അയണിക്. അതിൽ ഞാൻ ഫസ്റ്റ് എടുത്തത് ഫിസിക്കൽ ആണ്. ഫിസിക്കൽ എന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ എന്താ നടക്കുന്നത്, ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആണ്. സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, സോളിഡ് ഗ്യാസ് ആവുന്നു, അങ്ങനെയുള്ള ഫേസ് ട്രാൻസ്ഫോർമേഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇനി സോളിഡ് ലിക്വിഡിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഐസും വാട്ടറും ആണ് പറയാറ്. പിന്നെ ആ കൂടെ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ്, ഐസും വാട്ടറും എടുക്കുന്നു, അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, 273 കെൽവിനിലാണ് ഞാൻ രണ്ടുപേരെ എടുക്കുന്നത്. പിന്നെ ഒരു ഇൻസുലേറ്റഡ് ഫ്ലാസ്കിലാണ് എടുക്കുന്നത്. അതൊക്കെ ഓർക്കുന്നില്ലേ? അപ്പൊ അവിടെ ഐസും വാട്ടറും ഒന്നും അതിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതൊക്കെ പറഞ്ഞു. പിന്നെ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ്, എന്താണ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണോ എടുക്കുന്നത് ആ സബ്സ്റ്റൻസിനെ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ കണ്ടീഷനിൽ, അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് സോളിഡ് ലിക്വിഡ് ഫേസസ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ആ ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഫോർ എനി പ്യുവർ സബ്സ്റ്റൻസ് അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ the temperature at which the solid and liquid phases are at equilibrium is called normal melting point or normal freezing point of the substance. അതൊന്ന് പഠിച്ചു വെക്കണം എല്ലാവരും.
വാട്ടറിന്റെ കേസിലെ പഠിച്ചു വെക്കുക 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്ത ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് ആ ഡയഗ്രം ഒക്കെ കാണിച്ച് നല്ലപോലെ പറഞ്ഞു തന്നില്ലേ. ആദ്യം ഡ്രൈയിങ് ഏജന്റ് വെക്കുന്നത്, പിന്നെ അത് മാറ്റി വാട്ടർ വെക്കുന്നു. വാട്ടർ വെക്കുമ്പോൾ മാനോമീറ്റർ ഒക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഓർത്തോണം, പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണേ. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വാട്ടർ വെച്ചു. വാട്ടർ വെക്കുമ്പം അത് പയ്യെ പയ്യെ അവിടുത്തെ പ്രഷർ കൂടുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം ആ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറി. കുറച്ച് കഴിയുമ്പോഴത്തേനും ആ കൂടിയ പ്രഷർ അതേപടി കുറഞ്ഞൊരു കോൺസ്റ്റന്റിൽ എത്തുന്ന കാണാൻ കഴിയും. അവിടെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ആരൊക്കെ തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ് അറ്റൈൻ ചെയ്തത്? ലിക്വിഡും വേപ്പറും തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ്. പിന്നെ ആ രണ്ട് വേർഡ്സ് നോക്കിക്കോണം, ഇവാപറേഷനും കണ്ടൻസേഷനും. ആ പ്രോസസ്സ് അവിടെ എന്തായിട്ട് മാറി? ഇക്വിലിബ്രിയത്തിലെത്തി. ഓക്കെ, അവരുടെ റേറ്റ് ഈക്വൽ ആയിട്ട് മാറി. ഇനി എന്താണ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനില് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ആ വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറുമാണ്. ഓക്കെ, at equilibrium the pressure exerted by the water molecules at a given temperature which remains constant and is called the equilibrium vapor pressure of water, and the vapor pressure of water increases with the temperature. ടെമ്പറേച്ചർ കൂട്ടുന്ന അനുസരിച്ച് ആ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? അത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അവിടെ എടുത്തു പറഞ്ഞേക്കുന്നത്. ഗിവൺ ടെമ്പറേച്ചറിന് എടുത്തു പറഞ്ഞേക്കുന്നുണ്ടോ? അപ്പൊ ആ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ആ വേപ്പർ പ്രഷറും ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഗിവൺ ടെമ്പറേച്ചർ, മറ്റേ ഗിവൺ പ്രഷർ, അതൊക്കെ. ഇനി ഞാൻ പിന്നെ ആ എക്സ്പെരിമെന്റ് ചെയ്തത് എന്തിലാണ്? മീഥൈൽ ആൽക്കഹോൾ, അസറ്റോൺ, ഈതർ അത് വെച്ച് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ വേപ്പർ പ്രഷർ ഡിഫറെന്റ് ആയിട്ട് വന്നു. അപ്പൊ ആ ഇപ്പൊ 3 വാല്യൂസിൽ ഇതിൽ ഏതിനാണോ ഹയർ വേപ്പർ പ്രഷർ ഉള്ളത് അവരായിരിക്കും കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ളത്. അവർക്കാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഈ പാരഗ്രാഫിൽ ഇവാപറേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഒരു 3 ഫാക്ടേഴ്സ്. പിന്നെ ഞാനൊരു ഓപ്പൺ സിസ്റ്റത്തിൽ എടുത്ത് ഈ എക്സ്പെരിമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോർമൽ ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എനി പ്യുവർ ലിക്വിഡ് അറ്റ് 1 atmospheric പ്രഷർ. അത് നോട്ട് ചെയ്തോണം. 1 atmospheric പ്രഷറില് ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിലാവുന്ന ടെമ്പറേച്ചർ 1 atmospheric പ്രഷർ. അതിനെ നമുക്ക് വേറൊരു യൂണിറ്റിൽ പറഞ്ഞാല് 1.013 ബാർ പ്രഷർ എന്ന് പറയാം. 1 atm അത് തന്നെയാണ് 1.013 ബാർ പ്രഷറില് ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിലാവുന്ന ആ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു? അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു? ആ പ്ലേസിന്റെ അതായത് അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞു. ഓർക്കുന്നില്ലേ? ഇനി അടുത്തത് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. സോളിഡ് അയഡിൻ എന്ന് പറയുന്ന ആള് ഇനി നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഡയറക്റ്റ് സോളിഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ആവുന്നതിനെ നമ്മൾ ഒരു പ്രോസസ് എന്ന് പറയുമല്ലോ. എന്താണ്? സബ്ലിമേഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ തരാം. സബ്ലിമേഷൻ ഓഫ് അയഡിൻ അല്ലെങ്കിൽ സബ്ലിമേഷൻ ഓഫ് ക്യാംഫർ. അത് ഏത് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സബ്ലിമേഷൻ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? സബ്ലിമേഷൻ എന്ന് വെച്ചാൽ സോളിഡ് ഗ്യാസ് ആവുന്ന ഡയറക്റ്റ് പ്രോസസ്സിനെ, സോളിഡ് ലിക്വിഡ് എന്നുള്ള മീഡിയത്തിലോട്ട് വരാതെ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സോളിഡ് അയഡിൻ സബ്ലൈം ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ ക്യാംഫർ അത് സോളിഡ് വേപ്പർ ആവുന്നു. അമോണിയം ക്ലോറൈഡ് NH4Cl അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ക്ലാസ് കുറച്ച് നീണ്ടു പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പോയിന്റ്സ് എല്ലാം നല്ല കൺസെപ്റ്റ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സുകളിൽ എല്ലാവരും ഇതുപോലെ വരണം. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണേ. താങ്ക് യു.